ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഫിഷ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഫിഷ് അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ള ഫിഷ് ഏതാണെന്ന് വെച്ചാൽ ചൂരയാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 കിലോഗ്രാം ചൂരയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഫിഷ് ഒന്ന് മസാല പുരട്ടി വെക്കണം. ഫിഷ് നന്നായിട്ട് വെട്ടി വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം 2-4 പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷം നമുക്ക് മസാല പുരട്ടാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 6 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും ബാക്കി നമുക്ക് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം ഈ മസാല. ഫിഷ് അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഫിഷ് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫിഷ് വാങ്ങിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അതേ പരുവത്തിൽ തന്നെയാണ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു പരുവത്തിൽ തന്നെയാണ് മസാല പുരട്ടുന്നത്. അപ്പോൾ ഇതിൽ മുള്ള് ഉണ്ടായിരിക്കും. ഫിഷ് അച്ചാർ തയ്യാറാക്കുമ്പോൾ മുള്ളില്ലാത്തതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് സൈസാക്കാനൊന്നും നിന്നില്ല. ഇതേപോലെ തന്നെ മസാല പുരട്ടി വറുത്ത് എടുക്കുമ്പോൾ, നമ്മൾ ഫിഷ് വറുത്തെടുക്കുമ്പോൾ നമുക്ക് ആ തവ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ മുള്ളങ്ങ് വിട്ടു പോകുന്നുള്ളൂ. അപ്പോൾ മുള്ളില്ലാതെ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മുള്ളില്ലാതെ സൈസാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫിഷ് എല്ലാം നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മസാല പുരട്ടിയതിന് ശേഷം കുറച്ച് സമയം വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഫിഷിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് കേട്ടോ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിൽ വറുത്തെടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഫിഷ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മറ്റു ഭാഗം മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്ന. ഇപ്പോൾ നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ഫിഷ് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ തവി കൊണ്ട് അതൊന്ന് ഉടച്ച് ഫിഷൊന്ന് സെൻറ്ററൊന്ന് ഉടച്ചതിന് ശേഷം ഇതേപോലെ അതിൻ്റെ മുള്ള് നീക്കം ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷിൻ്റെ എല്ലാ മുള്ളും ഇതേപോലെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഫ്രൈ ആയിട്ടുള്ള ഫിഷ് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള ഫിഷും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഞാനൊരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയ ശേഷം ഇതിലേക്ക് ഒരു 40ഓളം വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ 10 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയിലിട്ടതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്ക് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 4 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എണ്ണയിൽ കിടന്നിട്ട് ഈ മുളക് പൊടിയുടെ ഒരു കുത്തുമണമുണ്ട്, അതൊന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പൊടി ആവശ്യത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫിഷെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂണോളം എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് അച്ചാറിന് പുളി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണോളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയതിന് ശേഷം ഡപ്പയിലേക്ക് ആക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കതിൽ ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചാറ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചാറിനായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൗഡറും അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അച്ചാർ ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക്
നല്ല കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ് പരുവത്തിലാണെങ്കിൽ 2 ടീസ്പൂൺ വിനാഗിരിയോ അതേപോലെ അല്ലെങ്കിൽ 2 ടീസ്പൂണോ തിളപ്പിച്ചാറിയ വെള്ളമോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുപ്പിയിലാക്കിയിട്ട് വെക്കാവുന്നതാണ്. അതും അച്ചാർ തണുത്തതിന് ശേഷം മാത്രം വേണം കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കുവാനായിട്ട്. അച്ചാർ ചില്ലുകുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഓൾ.